പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്നത് പോപ്പുലേഷന്റെ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചായിരുന്നു. ടുഡേ വി വിൽ ബി ഓൾസോ ഡിസ്കസിങ് അബൌട്ട് ദി ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഓഫ് പോപ്പുലേഷൻ. നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്നത് ക്ലംബ്ഡ് തന്നെയായിരുന്നു. ക്ലംബ്ഡ് തന്നെ നമുക്ക് പലതരത്തിലുള്ള വേരിയേഷൻസ് നമ്മൾ കണ്ടു. പലതരത്തിലുള്ള ജീവജാലങ്ങളും ക്ലംബ്ഡ് ആയിട്ട് ജീവിക്കുന്ന സാഹചര്യം നമുക്കറിയാം. അതിൽ പലതിൻ്റെയും പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ ലൈവ്ലിഹുഡ്. ചിലപ്പോൾ അവരുടെ ജീവിതത്തിന് ആവശ്യമുള്ള കുറെ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ഫുഡായിരിക്കാം, ചിലപ്പോൾ ക്ലൈമറ്റ് ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ ഒരു മറ്റുള്ള ബിഹേവിയറൽ പാറ്റേണിന്റെ ബേസിലൊക്കെ ആയിരിക്കും. ദേ ആർ ഓൾവേസ് ലിവിങ് ടുഗദർ ആസ് ക്ലംബ്ഡ്. സോ ഫോർ ദ ടൈം ബീങ് വി ക്യാൻ ഡിസ്കസ് വാട്ട് ഈസ് ആക്ച്വലി ദ ക്രിസ്പി ഫാക്ടർ ബിഹൈൻഡ് ദി ക്ലംബ്ഡ് പോപ്പുലേഷൻ പാറ്റേൺ. എന്തൊക്കെയാണ് അതിന്റെ വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്? ഒന്ന്, ഫോർ മെനി ആനിമൽസ് സച്ച് ആസ് ദീസ് വോൾസ് living in group increasing the effectiveness of hunting. That is very interesting things. ഇവരെങ്ങനെ ക്ലംബായി നിൽക്കുന്നത്, കൂട്ടം ഒന്നിച്ചു കൊണ്ട് നിൽക്കുക എന്നുള്ള ഒരു നമ്മൾ യൂണിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ട്. അത് ഹണ്ടിങ്ങിന് ഇവരെ നന്നായിട്ട് സഹായിക്കും. അതുകൊണ്ട് they are always grouped as clumped and spread the work of protecting and caring for young and helps exclude other individuals from their territory. അതായത് പലപ്പോഴും ഒരു അറ്റാക്ക് നടക്കുന്ന സമയത്ത് അതിലെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടി വരും. പല ഭാഗത്തു നിന്നും അറ്റാക്ക് വരുന്ന സമയത്ത് ഇവർക്ക് ഏത് ദിശയിൽ നിന്നും ആളുകൾ ഇവരെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിലും അതിനെ കൗണ്ടർ ചെയ്യാനൊക്കെ പറ്റും എന്നുള്ള ഒരു പോസിറ്റീവ് കൺസെപ്റ്റിലാണ് they are lived as clumped. That is very interesting. Then another important things we can see, clumped distributions are the most common in nature. ഈ ഡിസ്ട്രിബ്യൂഷൻ നേച്ചറിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ്. ഇൻഡിവിജ്വൽസ് ആർ ക്ലസ്റ്റേർഡ് ടുഗദർ ഇൻ ഗ്രൂപ്പ്. എപ്പോഴും ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത്. പോപ്പുലേഷൻ ക്ലസ്റ്റേഴ്സ് മേ ഒക്കർ അറൌണ്ട് എ റിസോഴ്സ് സച്ച് ആസ് ഫുഡ് ഓർ ഷെൽട്ടർ. ക്ലംബ്ഡ് ഡിസ്ട്രിബ്യൂഷൻസ് റിസൾട്ട് ഫ്രം ദ റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ടു. Clumped distributions result from the response of plants and animals too. Habitat difference, that is another important thing. Then daily and seasonal changes in weather and environment, reproductive patterns, social behavior. These are some of the most important factors which define the clumped distribution. Clumped distribution define ചെയ്യുന്നത് ഈ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ്. But these factors are very important as far as clumped population are concerned. So what is actually clumped population? Then what are the important benefits and popularities of clumped distribution? Okay. Then what is uniform distribution? എന്താണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ? evenly spaced distribution. evenly spaced ആണ്. അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരുടെ ഇടയിലാണ് ഇത് വളരുന്നത്. in which members of the population maintain a minimum distance from one another. in which members of the population maintain a minimum distance from one another. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് അളക്കാൻ പറ്റും. അത്രമേൽ അവര് വ്യത്യാസപ്പെട്ടിട്ടാണ് ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. in plants due to competition for water, sunlight or available nutrients. അപ്പൊ അവർ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത്, ഇത്രയും ഡിസ്റ്റൻസിൽ നിന്നാൽ മാത്രമേ അവർക്ക് വെള്ളം കിട്ടും, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കിട്ടും. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഇവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് they are keeping as uniform. Most important examples are crustose bushes in Mojave Desert. That is very important and world popular example. That is crustose bushes in the Mojave Desert. Mojave Desertile വളരെ പ്രധാനപ്പെട്ട ഒരു ബുഷ് ഉണ്ട്, ഒരു പുൽവർഗ്ഗമുണ്ട്. That is always keeping the most important pattern of distribution, that is uniform. Then in animals, due to strong territorially, that is example the desert lizard Utta species എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലിസാർഡ് ഇതിന്റെ എക്സാമ്പിൾ ആണ്. See, this is the most important uniform distribution. You see, they are always keeping a distance. You can see the distance. See, this is the distance. You can clearly see the distance of the species in the particular community. May result from direct interactions between individuals in the population territorially. ടെറിട്ടോറിയലി അവർ വളരെ ക്ലിയർ ആയിട്ട് ഒരു യൂണിഫോം ലെവലിലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. ഒന്നിവിടെ ആണെങ്കിൽ ഒന്നിവിടെ. അതായത് നമ്മളിപ്പോ പറയുന്ന ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് ആൾവേസ് ദേ ആർ കീപ്പിംഗ് as far as their habitat, as far as their food, as far as their climate are concerned. So this is the most important interesting distribution or dispersion of the particular community. So what is clumped dispersion?
what is uniform dispersion. So all the dispersions or the distributions are important as far as population characters are concerned. See, this is actually the some more information regarding the uniform distribution. Birds nesting on small island, such as these king penguins on South Georgia Island in the South Atlantic Ocean, often exhibit a uniform spacing maintained by aggressive interactions between neighbors. See, we can say that ഒരു aggressive ആയിട്ടുള്ള ഒരു interaction ഇവർ തമ്മിൽ നടത്താറില്ല. See, maintained by aggressive interactions between neighbors. So they are always keeping an important maintenance among the species. See, this is actually a demographic representation just for a graphical, or we can say that a diagrammatic representation of this particular concept, that is uniform dispersion. The next one is called random dispersion. What is actually the random dispersion? The term itself indicates the random dispersion. It is spacing pattern based on total unpredictability. It is a spacing pattern based on total unpredictability. Least common pattern of distribution. Least common pattern of distribution. ഇത് വളരെ least ആയിട്ട് കാണപ്പെടുന്ന ഒരു pattern of distribution. What are the important reason behind this random dispersion? See, members of the species do not frequently interact with one another. അല്ലേ, പലപ്പോഴും അത് ഇന്ററാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് വല്ലപ്പോഴും അല്ലെ നമ്മൾ വല്ലപ്പോഴും ഒരു ഫാമിലിയിൽ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം we are very very limited in the case of interaction. Not heavily influenced by the micro environment within their habitat. അതുമാത്രമല്ല അവരുടെ ജീവിത ചക്രത്തിൽ ഒരിക്കലും മൈക്രോ എൻവിറോൺമെന്റ് അത്രമേൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുകൂടിയാണ് അതിന്റെ കാരണം. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് റാൻഡം ഡിസ്പേർഷൻ. സി, ദിസ് ഈസ് ദ റാൻഡം ഡിസ്പേർഷൻ പോപ്പുലേഷൻ. നോക്കൂ, റാൻഡം ഡിസ്പേർഷൻ ഇംപ്ലൈസ് എ മിനിമം ഓഫ് ഇന്റർസ്പെസിഫിക് ഇന്ററാക്ഷൻ ദാറ്റ് ഇമ്പാക്ട് വെർ ഇൻഡിവിജ്വൽസ് റിസൈഡ്. മിനിമം ലെവൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുള്ളൂ. Dandelions grows from the wind blows seeds that land at random at later germinate. അത് ഈ ഒരു പെർട്ടിക്കുലർ ചെടി, നമ്മൾ അരാക്കേഷ് പോലെയുള്ള ഒരു ചെടിയാണ്. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എൻവയോൺമെന്റ് അത്രയൊന്നും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ തലത്തിൽ മാത്രമേ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കിടക്കുന്നുള്ളൂ. See, this is the random distribution. Dandelions grow from wind blow seeds that land at random at later. Then what are the important factors which affect distribution? The most important factors are density independent and density dependent. Floods, then hurricanes, then unseasonable weather, fire, clear cutting, pesticide spraying, then competition for resources, predation, parasitism, infectious disease. All these are some of the most important factors of distribution. See, this is the most important factors. അല്ലെ, നമുക്കറിയാം പല രീതിയിലും പലതിനെയും പ്രോബ്ലം ആണ്. ഫോർ എക്സാമ്പിൾ കോമ്പറ്റീഷൻ ഫോർ റിസോഴ്സ് അല്ലെ, ചില സമയത്ത് ഉണ്ടാകുന്ന പലതരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഫ്ലഡ്, ഇതെല്ലാം എപ്പോഴും ഫ്ലഡ് നമ്മൾ കണ്ടതാണ്. പല രീതിയിലും ഈ പോപ്പുലേഷനെ ബാധിക്കാറുണ്ട്, ഡിസ്ട്രിബ്യൂഷനെ ഡിസ്പേർഷനെ ബാധിക്കാറുണ്ട്. സോ ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് ആൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്പേർഷൻ. കോമ്പറ്റീഷൻ ഫോർ റിസോഴ്സ്, സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മളിപ്പോൾ ഒരു ഫ്ലഡ് നടക്കുമ്പോൾ എന്ത് തന്നെയാണെങ്കിലും റിസോഴ്സിന് വേണ്ടിയിട്ട് വലിയ തരത്തിലുള്ള കോമ്പറ്റീഷൻ നടക്കും. Then predation, parasitism, infectious disease, all these are some of the most important factors which influence population dispersion. Then what is actually another important factor called demography? എന്താണ് demography എന്ന് പറയുന്നത്? Demography is the study of the vital statistics of population and how they change over time. Demography is the study of the vital statistics of a population and how they change over time. Two statistics that are of particular importance are a population age structure and a population sex ratio. ഇതാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് ഫാക്ടേഴ്സ്. ഒന്ന് അതിന്റെ പോപ്പുലേഷൻ ഏജും അതേപോലെ സ്ട്രക്ചർ ആൻഡ് പോപ്പുലേഷൻ സെക്സ് റേഷ്യോ. സോ ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാം ഇൻ വിച്ച് വി ക്യാൻ സീ ദ ഡെമോഗ്രഫി. ഇതിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും പോപ്പുലേഷനെ. ഈ പോപ്പുലേഷൻ എല്ലാം നിർണ്ണയിക്കുന്നത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം ഒന്ന് അതിന്റെ ഏജും മറ്റൊന്ന് സെക്സ് റേഷ്യോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോകത്ത് എപ്പോഴും ആ ഒരു റേഷ്യോ പരിസ്ഥിതി തന്നെ എൻവിറോൺമെന്റ് തന്നെ കീപ്പ് ചെയ്യും, ഇത്ര ആൺകുട്ടികളും ഇത്ര പെൺകുട്ടികളും എന്നുള്ള ഒരു കൺസെപ്റ്റ്.
Then what is actually the sex ratio? It is the ratio of male to female in a population. അല്ലെ, എത്ര മെയിലിൽ എത്ര ഫീമെയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ സാധാരണ 1:3 എന്നൊക്കെ പറയാറ്, 3 പെൺകുട്ടികൾക്ക് ഒരാണാണുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. എനിവേ അത് അങ്ങനെയാണെങ്കിൽ അത് എൻവയോൺമെന്റ് അത് റെക്ടിഫൈ ചെയ്യപ്പെടും. ഇപ്പൊ തന്നെ നമുക്കറിയാലോ, ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിരിക്കുന്നത് കോവിഡ് സമയത്ത് ആണുങ്ങളാണ്. അല്ലെ, നമ്മൾ കൂടുതൽ സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ചിലപ്പം പ്രകൃതി തന്നെ അങ്ങനെ ഒരു റേഷ്യോനെ ഒന്നുകിൽ കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ഒന്നും പറയാൻ പറ്റില്ല, എന്ത് സംഭവിക്കും എന്നുള്ളത്. ചില സ്ഥലത്ത് സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ മരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ പല രീതിയിലും എക്കോളജി തന്നെ, എക്കോസിസ്റ്റം തന്നെ അതിനനുസരിച്ചുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാകും. പ്രൈമറി സെക്സ് റേഷ്യോ, സെക്കൻഡറി സെക്സ് റേഷ്യോ, tertiary sex ratio, all these are the most important factors which influence the demography or sex ratio. The human sex ratio is of particular interest to anthropologists and demographers. എപ്പോഴും ഹ്യൂമൻ സെക്സ് റേഷ്യോ എപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തിന്? ആന്ത്രോപോളജിസ്റ്റുകൾക്കും ഡെമോഗ്രാഫീസിനും ഒക്കെ. അപ്പൊ എപ്പോഴും നമുക്കറിയാം ഒരു ഇംബാലൻസ് ഉണ്ട് എവിടെയൊക്കെയോ, അല്ലെ? ചിലപ്പോൾ 946 ഇത് ഒരു വി ക്യാൻ സേ ദാറ്റ് നാഗ്രിക് ഫൗണ്ടേഷന്റെ ഒരു റിലേഷൻ ആണ്. ദാറ്റ് ഇസ് എ ഇംബാലൻസ് ഓഫ് സെക്സ് റേഷ്യോ. ഇവിടെ 1000 ഉള്ളിടത്ത് ഇവിടെ 946 ഉള്ളൂ. അങ്ങനെ പല രീതിയിലുള്ള അനാലിസിസ് എപ്പോഴും നടത്താറുണ്ട്. ദിസ് അനാലിസിസ് ആൾവേസ് ഇൻഫ്ലുവൻസിങ് ദ പോപ്പുലേഷൻ സ്റ്റഡീസ്. ദെൻ ഏജ് സ്ട്രക്ചർ നമുക്ക് ഡയഗ്രാം നോക്കാം. ഏജ് സ്ട്രക്ചർ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് പോപ്പുലേഷൻ. ഏജ് മെയിൽ ഫീമെയിൽ സ്ട്രക്ചർ നമുക്ക് നോക്കാം, അല്ലെ? വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും മെയിൽ ആൻഡ് ഫീമെയിൽ സ്ട്രക്ചർ, അല്ലെ? ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത് പല രീതിയിലുള്ള ഗ്രാഫിക്സ് ആണ് ഈ കാണിക്കുന്നത്. The age structure describes the number of individuals in each age class as a ratio of one class to another. The age structure describes the number of individuals in each age class as a ratio of one class to another. Age classes can be specific categories such as people in the same age range. Age classes can be specific categories such as people in the same age range. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഏജിൽ ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവും. ഒരു മിഡിൽ ഏജ് പേഴ്സൺ, അല്ലെ? വയസ്സായ ആൾക്കാർ കുറവായിരിക്കും, അതേപോലെ ചെറുപ്പക്കാരും. അപ്പൊ ഒരു മിഡിൽ ഏജ് പിക്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ദ ഏജ് ക്ലാസ് ക്യാൻ ബി സ്പെസിഫിക് കാറ്റഗറീസ് സച്ച് ആസ് പീപ്പിൾ ഇൻ ദ സെയിം ഏജ് റേഞ്ച്. ദെൻ പോപ്പുലേഷൻ പിരമിഡ്. വാട്ട് ഈസ് ആക്ച്വലി ദ പോപ്പുലേഷൻ പിരമിഡ്? ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം ഏജ് സ്ട്രക്ചർ ഡയഗ്രാം ആണ്. എന്താണ് ഏജ് സ്ട്രക്ചർ ഡയഗ്രാം? ദിസ് ഇസ് എ ഫീമെയിൽ ഡയഗ്രാം, ദിസ് ഇസ് എ മെയിൽ ഡയഗ്രാം. Graphical illustration that show the distribution of various age group and sex ratio in population. There are 3 age categories. 3 പ്രധാനപ്പെട്ട ഏജ് കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് പ്രീ റീപ്രൊഡക്റ്റീവ്, ഏജസ് 0 to 14. Reproductive, that is 15 to 45. Post productive, that is ages 45 and up. ഇങ്ങനെ ഈ രീതിയിലാണ് പലപ്പോഴും പോപ്പുലേഷന്റെ പിരമിഡ് നമ്മൾ നിർണ്ണയിക്കുന്നത്. See the rapid growth in Afghanistan, slow growth United States, ഡിഗ്രീസ് ഇറ്റലി. അങ്ങനെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇത് കാണാൻ പറ്റും ഓരോ കാലഘട്ടത്തിനനുസരിച്ച്. ഇപ്പം ഇവിടെ മെയിൽ പോപ്പുലേഷൻ ആണ്, ഇത് ഫീമെയിൽ പോപ്പുലേഷൻ ആണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതിന്റെ ഒരു ഏജ് പാറ്റേൺ. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ വേറൊരു പാറ്റേൺ ആണ്. So we can say that always the pattern of distribution of a particular age are always changing in concerned with the different nation. അപ്പൊ അഫ്ഗാനിസ്ഥാനുള്ള ഒരു ഏജ് സ്ട്രക്ചർ ആയിരിക്കില്ല, പോപ്പുലേഷൻ പിരമിഡ് ആയിരിക്കില്ല യു കെയിലുള്ളത്, അതായിരിക്കില്ല ഇറ്റലിയിലുള്ളത്, അതായിരിക്കില്ല ഇന്ത്യയിലുള്ളത്, അതായിരിക്കില്ല ചൈനയിലുള്ളത്. സോ എല്ലാ കൺട്രീസിലും അതിനനുസരിച്ചുള്ള പോപ്പുലേഷന്റെ സ്ട്രക്ചറുകൾ മാറാറുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ കൂടിയാണ്. ഓക്കെ, അപ്പൊ ദാറ്റ്സ് ഓൾ. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഏജ് സ്ട്രക്ചർ, എന്താണ് സെക്സ് റേഷ്യോ, എന്താണ് പോപ്പുലേഷൻ പിരമിഡ്. ദാറ്റ്സ് ഓൾ. This topic we will discuss in next class. Thank you.